الله. السلام عليكم.
13 പറിക്കാത്തുണ്ട് 13 നോക്കട്ടെ. കുന്നങ്കായ പൊടി ഇത് മുത്താറിപ്പൊടി. ഓ ആ മുത്താറിപ്പൊടി മുത്താറിപ്പൊടി ഇത് കുന്നങ്കായ പൊടിച്ചിട്ടുണ്ട്. ചിലർക്ക് പൊടി വേണ്ട പറയും. ആ ചിലങ്ങനെ പറയില്ല. ശരിയാ, ഞാൻ നോക്കാൻ വേണ്ടി വന്ന. ഇത് നൽപ്പാമരല്ലേ? ഇങ്ങാണ്ട് കച്ചവട ഉഷാറാണോ? അല്ലെങ്കിൽ ചില ടൈമിൽ എന്താ ഒരു മഴയും കൂടെ ചാറിയാൽ രാവിലെ മഴ പെയ്ത് കഴിഞ്ഞാൽ അന്ന് കസ്റ്റമർ മുഴുവൻ വീട്ടിൽ തന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പം മൊത്തത്തിൽ ഈ യുദ്ധം കൊണ്ടെല്ലാം കൂടെ ക്ഷീണിച്ചെടുക്കാം. കാർഗോ ഈ കപ്പൽ ഷിപ്പിങ്ങൊന്നും നടക്കുന്നില്ലേ, ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും തകർന്നിട്ടിരിക്കും. ഒരു പൈസ ആരിട്ടു. ഇവിടെയുള്ള പൈസ ആണെങ്കിൽ പുറത്തേക്ക് പോവുകയും എല്ലാ ബംഗാളിലേക്കും പിന്നെ എന്താ ബീഹാറിലേക്കും ഹരിയാനയിലേക്കും ഒക്കെ പോവുക. ഇവിടെ തൊഴിലാളികൾ അവരാണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നമ്മളെ കേരളത്തിൽ ഇറങ്ങി നടക്കേണ്ട പൈസ കോടാനുകോടി അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയൊക്കെ വികസനം വൈകായി അതാണ് ഉണ്ടാവുന്നത്. ഫലത്തിലതാണ് ഇത്. ബീട്രൂട്ട് പൗഡർ അതെന്തിനുള്ള ബീട്രൂട്ട് പൗഡർ? റോസ്മേരി ലീവ്സ് കാച്ചിയ എണ്ണ അല്ലേ? ബീട്രൂട്ട് പൗഡർ വേറെ അല്ലേ? റോസ്മേരി കാച്ചിയ എണ്ണ അത് വേറെ തന്നെ. രണ്ടെണ്ണം അല്ലേ? റോസ്മേരി എണ്ണക്ക് എന്താ വില? റോസ്മേരി ലീഫ് 160. എണ്ണയ്ക്കോ? 100 രൂപ. അതേതാ കുപ്പി? അച്ചിരി ഉണ്ടാവും. കഴിഞ്ഞു അല്ലേ? മുടി മുളയ്ക്കാൻ നല്ല സാധനം. ഞാനങ്ങനത്തെ കുറേ സാധനം ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ നമുക്കെന്ന് പറഞ്ഞാൽ 55 വയസ്സ് വരെ മുടി ഉണ്ടായിരുന്നു. പിന്നെ പോയി. പിന്നെ അതിന് മെനക്കെട്ടിയില്ല. അതിനിടയ്ക്കൊരു മണ്ടത്തരം ചെയ്തു. വിഗ് തല്ലല് ഉള്ളത് പോയി. ഞാൻ കച്ചാറുമായ കഞ്ഞെണ്ണ ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് ഉണ്ടാക്കലുണ്ടായിരുന്നു ഗൾഫിലായപ്പോൾ. അവർക്ക് താരനുള്ള മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കാച്ചി. ഇപ്പോൾ എത്രയോ ഫലപ്രദമായി. പിന്നെ വിഗ് വെച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു. വരും റോസ്മേരി നല്ല സാധനം സംഭവം. ഒറിജിനൽ കിട്ടണം. ഒറിജിനൽ 980 രൂപ. 980 രൂപ ഒരു ചെറിയ ബോട്ടിലിന്. 100 മില്ലിയോ 100 മില്ലി ഉണ്ടാകും. വിറ്റിച്ച് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഏട്ടൻ എവിടെയാന്നാല്? നരിക്കുനിയാ? നരിക്കുനിയുടെ ആ എവിടെ? കാരക്കുന്നതോ? ഞാൻ പെട്രോളിയാ ലൈറ്റിൽ. ഈ കിറ്റ് എന്താ? ആ ഒന്നിച്ചുള്ള പാക്കറ്റ്. ഒന്നിച്ച് പൊടിച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഓർഡർ ആക്കി. ഇതിന്റെ കൂടെ അരി പൊടി ചേർക്കാം. ആ മറ്റേ കുത്തരി തവിട് പോക്കാത്തെ പായസം. ഈ ചക്കര പൊടി ചേർക്കാം. ആ അഗരി ഒറിജിനൽ ചക്കര മറ്റേ കരിപ്പട്ടി. അതും ഇതുകൂടെ ചേർത്തിട്ട് ഒന്നായിട്ട് വേവിച്ച് കഴിക്കാം. അതായത് അതിൽ മറ്റേ നേന്ത്രക്കായും ചുട്ടിട്ട് സൂപ്പറായി. നേന്ത്രക്കായ ചുട്ടിട്ട് പീസാക്കിയില്ല. എന്നാൽ ഈ എന്താ വാദത്തിൻ്റെ ശല്യമുള്ളവരും മറ്റവരൊക്കെ ഉണ്ടല്ലോ, ഞെറുമ്പൊക്കെ എനിക്കാത്ത കേട്ട് ഉഷാറായി. നേന്ത്രക്കായല്ലേ? കായല്ലേ? കായ തീയിലിട്ട് ചുടണം. ആ പച്ചല്ല, പഴുത്തത്. ആ തീര് തോല് പൊളിക്കുക. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തി കൊടുക്കുക. പായസാക്കുന്ന പായസത്തിലേക്ക് എങ്ങനെ അതും മതി. അത് നമ്മൾ പിന്നെ മുന്തിരിയൊക്കെ ഇട്ടൊക്കെ ഒന്ന് കുഴക്കണം. ആ ഉണ്ടാക്കിയാൽ മുന്തിരി ഇട്ട് കുഴക്കണം.
എന്നാ ഭയങ്കര റിസൾട്ടാ. പിന്നെ dates എള്ളും. അതൊക്കെ ചേർക്കാം. ആ ഈത്തപ്പഴം മുന്തിരിയും ഉണ്ടല്ലോ. ഇവിടെ ആയിട്ട് എത്ര വർഷമായി വൈദ്യര്? അയ്യോ സമയമില്ല. വാങ്ങി ബുക്ക് തന്നെ ഉണ്ടാവാനോ? ആ സമയമില്ല വാങ്ങിക്കാതെ. ഞാൻ എൻ്റെ ഒരു ട്രഡീഷണൽ ആവശ്യമാണ് മാത്രമാണ്. എന്തിട്ട് വെക്കാം? പലതുണ്ട്. കൊടുത്തോ? ഒലി പബ്ലിക്കേഷൻ ഞാൻ കുറേ ബുക്ക് ചെയ്തിട്ട് എന്ത് വായിക്കാൻ സമയമില്ല. അതാ വലിയ പ്രശ്നം. ചെറുതെങ്കിലും എടുക്കുന്നത് എനിക്കൊരു ഹെൽപ്പാവും. എല്ലാം ബെസ്റ്റ് സെല്ലേഴ്സ്. അടിക്കണ ഇത് എന്താ ഇത് എനിക്ക് ഒരുപാട് ചെറിയ ബുക്കാക്കി നോക്കിയോ? മുന്നേറുത്താൻ്റെ മുന്നേറൊക്കെ അവിടെ സമയത്ത് എഴുതാൻ നല്ല പുസ്തകമാണ്. വീരേന്ദ്രകുമാർ എഴുതുമല്ല. വീരേന്ദ്രകുമാർ സ്ഥിരമായിട്ട് സമയത്ത് ആകെ ബുക്കിങ് എഴുതണം. എഴുതിക്കൊണ്ടിരിക്കുള്ളൂ. കുറേ പുസ്തകമുണ്ട്. എത്ര ബുക്കാണ്? മാതൃഭൂമിയിൽ ഒരു 10-20 പുസ്തകങ്ങൾ തന്നെ എഴുതുന്നുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകം ചെറുതെങ്കിലും നിങ്ങൾ കുറേ ആളുണ്ട്. ഇയാൾ അത് കുറേ ഉണ്ട്. നോക്കി എനിക്ക് എൻ്റെ സ്റ്റഡീസിലേക്ക് എവിടെ നടക്കും നിങ്ങൾക്ക്? നിങ്ങൾ ട്രൈ ചെയ്യും, വിജയിക്കും, തളരണ്ട, മുന്നോട്ട് പോയിക്കോ. PG കോഴ്സ് ചെയ്യാ? അല്ല PhD ആണ്. PhD ആ ഡോക്ടറേറ്റ്. നടക്കട്ടെ 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 നടക്കട്ടെ. ഇതാ ഒരു 6 മാസം ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാലഭവൻ്റെ ഡയറക്റ്റായിട്ട് കയറാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ. തഥാസ്തു. ശരിയാണ്. ഓരോരോ ജീവിതം അല്ലേ, ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഓ ഡോക്ടറേറ്റ് കിട്ടാൻ അല്ലേ? എന്ന് പറയുന്നു. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. ആ പ്രാക്ടിക്കലായിട്ട് ആ തിയറി പോരല്ലോ. തിയറി പോരാന്നാണ്. ഇതെന്താ വൈദ്യര്? ഇത് നെല്ലിക്കൊക്കെ എന്തായാലും നെല്ലിക്ക കാന്താരി. നല്ലൊരു മിക്സ് ചെയ്യാം. എന്തിനാ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് അങ്ങനെ? ചോറുകൾക്ക് ഉപയോഗിക്കാം. ആ ഇപ്പം ഇങ്ങനെ കുറേ ഐറ്റംസ് ഇറങ്ങിയില്ലേ, കറിവേപ്പിലയും മറ്റേതൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നു. ഇപ്പൊ എന്നാ ഞാൻ പറ്റേ? എന്നാ പിന്നെ എന്താ പേര്? എന്നിട്ട് സദാനന്ദ സദാനട്ടെ. എൻ്റെ പേര് ഹമീദ്. അമീത് എന്ത് ചെയ്യുന്നു? ഞാൻ ഉഴിച്ചിരുതൊക്കെയും പരിപാടി. വിജയല ആ ഗൾഫിൽ ഇവിടെയല്ല, ഖത്തറിലായിരുന്നു. അതല്ലേ? പിന്നെ നിർത്തി, കൊറോണ വന്നതിന് ശേഷം നിർത്തി. ഇപ്പം നാട്ടിൽ പരിപാടി ഒന്നും ചെയ്യും. നാട്ടിൽ പിന്നെ ആർക്കെന്തെങ്കിലും വേണമെങ്കിലും മരുന്നോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ സഹായിച്ചു കൊടുക്കും. അത്രേ. മുടിൻ്റെ ഞാൻ കുറേ ചെയ്താ, ഓരോരുത്തർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തു. അന്ന് ഇവിടെ തീരെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ അവിടെ മുടിയോ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായി. പിന്നെ ഞാൻ അവരോട് പറയുന്നുണ്ട് ചായ കുടിക്കാത്തത്, അതാരും കേൾക്കില്ല. ചായ കുടിച്ചാൽ പോയി. നമ്മളെ മരുന്ന് ചായ കുടിക്കാൻ പാടില്ല, സൂര്യനെ കാണാൻ പാടില്ല മരുന്ന്. അറക്കനെ കണ്ടാൽ 60% അറക്കം കൊണ്ടുപോകുന്നത് അതിൻ്റെ കണക്കഥ. പഴയ ആൾക്കാരെ കണ്ടുപിടിക്കണം. കാരണം പഴയ ആൾക്കാർ ഒരു ലേഹ്യം മരുന്ന് ഉണ്ടാക്കണം, അവിടെ ഒട്ടാകെ മറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിന് ചെയ്യുക. അത് രാത്രിയെ ചെയ്യുകയില്ല. അപ്പോൾ അറക്കന് പാതിയിലധികം കൊണ്ടുപോകും. അറക്കന് 60% അറക്കം കൊണ്ടുപോകും. അറക്കം കണ്ടു കഴിഞ്ഞു. അതേ സമയത്ത് മരുന്ന് എവിടെയും വെക്കാനും കുഴപ്പമില്ല. പ്രിപ്പറേഷൻ സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ കൊണ്ടുപോകുന്ന 60%. തേജോമയി അല്ലേ, ഉള്ളത് കൊണ്ടുപോയിക്കാളൂ.
എടുക്കണ്ട. കൊളസ്ട്രോൾ ഉണ്ടോ? കൊളസ്ട്രോൾ ഉണ്ടോയെന്ന് ചോദിക്കും. ചായപ്പൊടി ഒഴിവാക്കിയാൽ മതി, കുറേ മാറും.